നച്ചു, നമുക്ക് തിരിച്ചു പോയാലോ? എന്തു പറ്റി? കുറച്ച് ദിവസമായില്ലേ എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്. എനിക്കും എല്ലാരെയും കാണുന്നുണ്ട്. നാളേക്ക് ടിക്കറ്റ് നോക്കട്ടെ. അങ്ങനെ അവർ ഓസ്ട്രേലിയ തിരിച്ചെത്തി. ഇപ്പോഴാണ് ഒരു സമാധാനമായത്. എവിടെ പോയാലും നമ്മുടെ വീട്ടിൽ എത്തുമ്പോൾ ഒരു സുഖമാണല്ലേ അജു? നച്ചു, നീ ഇപ്പൊ കംപ്ലീറ്റ് ഓക്കെ ആയില്ലേ? നിനക്ക് കണ്ടിട്ടെന്ത് തോന്നുന്നു? വെറുതെ എല്ലാവരോടും പറഞ്ഞ് എന്തിനാ വിഷമിപ്പിക്കുന്നത്? എനിക്ക് നീയില്ലേ? നീ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് പ്രോബ്ലം വന്നാലും ഞാൻ ഫേസ് ചെയ്യും. ഹലോ, ഞങ്ങൾ എത്തി. എന്താണ് ഓൾഡ് കപ്പിൾ ഒരു സന്തോഷമില്ലാത്തത്? നിങ്ങൾ ഇവിടെ നിന്ന് പോയിട്ട് എത്ര ദിവസമായി? ഞങ്ങൾ ആദ്യമേ പറഞ്ഞതല്ലേ. അച്ഛനും അമ്മയും എവിടെ? ഹോസ്പിറ്റലിൽ പോയി. അജു, നീ വാ, നമുക്ക് ഫ്രഷ് ആയി വന്നിട്ട് ഫുഡൊക്കെ കഴിക്കാം. എന്തായാലും എല്ലാവരും കൂടി വന്നാൽ ഒരു റൗണ്ട് ചോദ്യം ചെയ്യൽ കൂടി പ്രതീക്ഷിക്കാം. ഡാജു, അച്ഛനൊക്കെ വന്നു കഴിഞ്ഞാൽ പപ്പ വീണ്ടും എവിടെ പോയി എന്നൊക്കെ ഉറപ്പായും ചോദിക്കും. നീയായിട്ട് സംശയത്തിന് ഒരു ചാൻസ് ഉണ്ടാക്കരുത്. എപ്പോഴും എന്ത് ചെയ്താലും നീ കാണാണ് പിടിക്കപ്പെടുന്നത് എന്നറിയാലോ. അതാണ് ഞാൻ മുൻകൂട്ടി ഓർമ്മിപ്പിക്കുന്നത്. ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ലെന്ന് നിനക്കറിയില്ലേ? എനിക്ക് നിന്റെ അത്ര കഴിവൊന്നും ഈ വക കാര്യങ്ങളിൽ ഇല്ല മോളെ. എനിക്കിട്ട് തന്നെ വെക്കും നല്ലോണം. വാ, താഴേക്ക് പോവാം, അവരൊക്കെ കാത്തിരിക്കുന്നുണ്ടാകും. ഹലോ ഓൾഡ് കപ്പിൾസ്, എന്താണ് എല്ലാരും കൂടി ഞങ്ങളെ കുറിച്ചൊരു ചർച്ച? ഇനി ചോദ്യങ്ങളൊന്നും ഇല്ല, പറഞ്ഞു തുടങ്ങിക്കോ. എന്ത് പറയാനാണ് പപ്പ പറയുന്നത്? മോളെ, കൂടുതൽ പാവം കളിക്കാതെ പറയാൻ നോക്ക്. രണ്ടും കൂടി ഇത്രയും ദിവസം എവിടെയായിരുന്നു? ഞങ്ങൾ ചുമ്മാ കുറെ സ്ഥലങ്ങൾ കണ്ടു. ആ സ്ഥലത്തിന് പേരില്ലേ എന്നാ ഞാൻ ചോദിക്കുന്നത്. പപ്പ വെറുതെ ഞങ്ങളെ സംശയിക്കുവാണോ? മോളെ, ഞാൻ നിന്റെ പപ്പയാണെന്നറിയാലോ. സോ നിന്നേക്കാൾ കൂടുതൽ നിന്നെ എനിക്കറിയാം. അജു, നീ പറ, നിങ്ങൾ എവിടെ പോയത്? അവൾ എന്തായാലും പറയാൻ പോണില്ല. അത് പിന്നെ പപ്പ, പപ്പ, ഞങ്ങൾ പോകുന്നതിന് മുമ്പ് പറഞ്ഞതല്ലേ. എന്ത് പറഞ്ഞിട്ടാ പോയത്? പോയി വന്നു കഴിഞ്ഞാൽ എല്ലാം പറയാമെന്ന്. ഇതുവരെ ഞങ്ങൾ നിങ്ങളെ ഫോൺ വിളിച്ചു പോലും ഒന്നും ചോദിച്ചില്ലല്ലോ. നിങ്ങളെ ദുബായിൽ വെച്ച് കണ്ടുവെന്ന് വാസുദേവിന്റെ ഒരു ഫ്രണ്ട് വിളിച്ചു പറഞ്ഞു. അവൻ നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചില്ല. എന്തോ പ്രോബ്ലം ഉള്ളതുപോലെ തോന്നി എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ ചോദിച്ചത്. ഞങ്ങൾ ദുബായിൽ തന്നെയാണ് പോയത്. പിന്നെന്താ പറയാനൊരു മടി? വെറുതെ നിങ്ങളെ ഒന്ന് കളിപ്പിക്കാനല്ലേ ഇത്രയും സമയം ജാടേട്ടത്, അല്ലേ അജു? പിന്നെ നിങ്ങളെന്താ അവൻ വിളിച്ചിട്ട് ശ്രദ്ധിക്കാതെ പോയത്? അത് പിന്നെ ഞാൻ എന്റെ ഫോൺ മിസ്സായി എന്ന് വിചാരിച്ചു. ആ ടെൻഷനിലായിരുന്നു. എന്നിട്ട് ഫോൺ നിന്റെ കയ്യിലുണ്ടല്ലോ. അതാ പറഞ്ഞത് വിചാരിച്ചതാണെന്ന്. പിന്നെ നോക്കുമ്പോഴാ കണ്ടത് അജുന്റെ ബാഗിലാണ് വെച്ചത്. ഞാൻ തിരക്കിനിടയിൽ ശ്രദ്ധിച്ചില്ല. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ പപ്പ? നച്ചുമോൾ പറഞ്ഞതൊന്നും ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് സത്യമാണ്, വേണേ വിശ്വസിച്ചാൽ മതി. പിന്നെ എല്ലാവരോടും കൂടിയാണ് പറയുന്നത്. നാളെ മുതൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്നോളാം. ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം? നിങ്ങൾക്കൊരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വെച്ചപ്പോൾ വേണ്ടേ? അതേസമയം ബാംഗ്ലൂരിലെ ഹോസ്പിറ്റൽ റൂം. എന്താ സിസ്റ്റർ, നിങ്ങളുടെ കൂടെയുള്ളവരൊക്കെ എവിടെ? അവര് ഞാൻ കിടക്കുന്നത് കൊണ്ട് ഡിസ്റ്റർബ് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് പുറത്തോട്ട് പോയി. എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇത് നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ ട്രീറ്റ്മെന്റ് സമയത്ത് ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്തതാണ്. സാധാരണ ആ സമയത്ത് തന്നെ കൂടെയുള്ളവരെ ഏൽപ്പിക്കാറുണ്ട്. പക്ഷെ ആ തിരക്കിനിടയിൽ വിട്ടുപോയതാണ്. എല്ലാം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ശിവ നഴ്സ് കൊടുത്ത സാധനങ്ങൾ ഓരോന്നായി എടുത്തു. കഴുത്തിൽ സ്ഥിരമായി ഇടാറുള്ള രുദ്രാക്ഷത്തിന്റെ ലോക്കറ്റുള്ള ഗോൾഡ് ചെയിൻ, കയ്യിൽ അണിയാറുള്ള സിൽവറിന്റെ ഇടിവള. ഇത് എന്തുപറ്റി? ഇത് എന്റേതല്ല. അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. ഞാനും അവിടെ ഉണ്ടായിരുന്നു ആ സമയം. തലയ്ക്ക് മുറിവ് പറ്റിയത് കൊണ്ട് തന്നെ ബോഡി മൊത്തം ബ്ലഡ് ഉണ്ടായിരുന്നു. വേറെ മുറിവ് വല്ലതും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ക്ലീൻ ചെയ്തപ്പോൾ സാറിന്റെ കയ്യിൽ ചുട്ടിപ്പിടിച്ച നിലയിലാണ് ഇത് കിട്ടിയത്. ഓക്കെ സാർ, വേറെ പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ. ആരെങ്കിലും ഒരാൾ എപ്പോഴും കൂടെ നിൽക്കണമെന്ന് അവരോട് പറഞ്ഞേക്ക്. തല കറങ്ങാൻ ചാൻസ് ഉണ്ട് കുറച്ച് ദിവസം വരെ. നേഴ്സ് പോയി കഴിഞ്ഞിട്ടും ആ ചെയിൻ തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരുന്നു. ഇത് എവിടെ നിന്നായിരിക്കും എന്റെ കയ്യിൽ വന്നത്? കുറെ ആലോചിച്ചപ്പോൾ എവിടെയോ കണ്ടതുപോലെ ഒരു ഓർമ്മ. പക്ഷെ ക്ലിയർ ആയിട്ട് ഒന്നും ഓർമ്മയും ഇല്ല. ഹലോടാ, ഞാൻ ശിവയാണ്. ആ പറ, നീ ഇപ്പൊ എവിടെ? നാട്ടിലുണ്ടോ? ഞാൻ ബാംഗ്ലൂരാണ്. അവിടെ എന്താ പരിപാടി? ഞാൻ അവന്മാരുടെ കൂടെ ഒരു ട്രിപ്പ് വന്നതാ. നീ അവരുടെ കൂടെയുള്ള ഫ്രണ്ട്ഷിപ്പ് ഇതുവരെ വിട്ടില്ലേ? ഞാൻ അന്നേ നിന്നോട് പറഞ്ഞല്ലേ നിന്റെ അച്ഛൻ പറഞ്ഞൊക്കെ ശരിയായിരുന്നു എന്നത്. ആ പ്രശ്നത്തിൽ ഇവരുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റ് സംഭവിച്ചതെന്ന്. എന്നിട്ടും നിനക്കെന്താ മനസ്സിലാവാത്തത്? അങ്ങനെയല്ലടാ, കോളേജ് മുതലെയുള്ള കൂട്ടല്ലേ, പെട്ടെന്ന് അങ്ങനെ ഒഴിവാക്കാൻ മനസ്സ് വരുന്നില്ല. നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല, നിന്റെ ക്യാഷ് കണ്ടിട്ട് മാത്രമാണ് അവന് നിന്റെ കൂടെ നടക്കുന്നത്. ഇനി നിന്നെ എന്തെങ്കിലും പ്രശ്നത്തിലാക്കാതെ നോക്കിക്കോ. അന്ന് തന്നെ അങ്കിൾ അത് സോൾവ് ആക്കാൻ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. നിനക്ക് എന്നിട്ടും ദേഷ്യം സ്വന്തം അച്ഛനോടാണല്ലോ. നീ അത് വിട്, ഈ വിഷയം പിന്നെ സംസാരിക്കാം. എനിക്കൊരു വിവരം അറിയണം, അതിനാണ് ഞാൻ നിന്നെ ഇപ്പൊ വിളിച്ചത്. ബാംഗ്ലൂരിലുള്ള പാരഡൈസ് ഹോട്ടലിൽ കുറച്ച് ദിവസങ്ങൾ മുമ്പ് എന്തെങ്കിലും പ്രശ്നം നടന്നിട്ടുണ്ടോ എന്നൊന്ന് അറിയണം. നേരായ മാർഗത്തിൽ അന്വേഷിക്കേണ്ട, വിവരം കിട്ടാൻ ചാൻസ് ഇല്ല. മെയിൻ സ്റ്റാഫ് അല്ലാതെ ക്ലീനിങ് സ്റ്റാഫിനൊക്കെ അന്വേഷിച്ചാൽ അറിയാൻ പറ്റുമെന്ന് തോന്നുന്നു. കാര്യമൊക്കെ ഞാൻ പിന്നെ പറയാം. നീ പെട്ടെന്നൊന്ന് അന്വേഷിച്ച് പറ. ഇതറിഞ്ഞിട്ട് വേണം എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളിൽ തീരുമാനം എടുക്കാൻ. ഓക്കെ, ഞാൻ വിളിക്കാം.
അഖിൽ അന്വേഷിച്ച് എന്തായാലും അറിയാതിരിക്കില്ല. ചെറിയ രീതിയിലുള്ള ഒരു അന്വേഷണ ഏജൻസി നടത്തുകയാണ് ശിവയുടെ ഫ്രണ്ട് അഖിൽ. എന്തേലും അത്യാവശ്യം ഇല്ലാതെ ശിവ വിളിക്കില്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെ എത്ര തിരക്കാണേലും ശിവ പറഞ്ഞ കാര്യം പെട്ടെന്ന് അന്വേഷിച്ച് വിവരം അറിയിക്കും. ആ ശിവ, നീ എഴുന്നേറ്റോ? ഇപ്പൊ നഴ്സ് വന്നിരുന്നു. എന്തു പറ്റി? ഡിസ്ചാർജ് ആവുന്നതിനെ കുറിച്ച് വല്ലതും പറഞ്ഞോ? അതൊന്നും പറഞ്ഞില്ല. എന്റെ സാധനങ്ങൾ തരാൻ വന്നതാണ്. എന്ത് സാധനം? ട്രീറ്റ്മെന്റ് ടൈമിൽ അഴിച്ചെടുത്ത മാലയൊക്കെ. എല്ലാം ഉണ്ടോന്ന് നോക്കിയോ? യുവമാരെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. എനിക്കിപ്പോ ആരെയാണ് വിശ്വസിക്കേണ്ടതെന്നാണ് സംശയം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ മാല ആരുടെയാണെന്നറിയോ? സിസ്റ്റർ കൊണ്ടുവന്നതിലുണ്ടായിരുന്ന മാല നീട്ടിപ്പിടിച്ചുകൊണ്ടായിരുന്നു ചോദ്യം. ഞങ്ങളൊന്നും കണ്ടിട്ടില്ല. ഇത് നിനക്കെവിടെ നിന്ന് കിട്ടി? സിസ്റ്റർ കൊണ്ടുവന്ന സാധനങ്ങളിൽ ഉണ്ടായിരുന്നതാണ്. അവർക്ക് മാറിപ്പോയതായിരിക്കും. ഞാൻ അതവരോട് പറഞ്ഞു, ഇത് എന്റേതല്ലെന്ന്. പക്ഷെ ഇവിടെ വന്ന സിസ്റ്റർ നേരിട്ട് കണ്ടതാണെന്നാ പറഞ്ഞത് ഇതെന്റെ കയ്യിൽ ചുരുട്ടിപ്പിടിച്ച നിലയിൽ ഉണ്ടായിരുന്നതെന്ന്. ഇനി ഞാനൊന്നും ചോദിക്കുന്നില്ല. നിങ്ങളായിട്ട് ഇതുവരെ നടന്നതെല്ലാം പറഞ്ഞു. ഞങ്ങൾക്കൊന്നും പറയാനില്ല. എനിക്ക് തലയ്ക്കടി കിട്ടി എന്ന് കരുതി മറവിയൊന്നും സംഭവിച്ചിട്ടില്ല. നിങ്ങൾ എത്രയൊക്കെ ഒളിപ്പിച്ചു വെക്കാൻ നോക്കിയാലും സത്യങ്ങൾ ഞാൻ അറിയാതിരിക്കില്ല. സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോ തന്നെ അഖിലിന്റെ ഫോൺ വന്നു. ഹലോ, ആ പറയടാ. എന്ത്? നീ അറിഞ്ഞത് ശരിയാണെന്ന് ഉറപ്പല്ലേ? എനിക്ക് ശരിക്കറിയാവുന്ന ഒരാളെ കൊണ്ടാണ് അന്വേഷിപ്പിച്ചത്. 100% വിശ്വസിക്കാം. ഇതിൽ കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഇനിയും അന്വേഷിക്കേണ്ടി വരും. ഇപ്പൊ വേണ്ട, ഞാൻ പറയാം. ഓക്കെ, ബൈ. ഞാൻ അവസാനമായി ഒന്നുകൂടി ചോദിക്കുന്നു, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇനിയൊരു ചാൻസ് ഞാൻ തരില്ല. എല്ലാവരും ഒന്നും മിണ്ടാതെ നിന്നു. ഓക്കെ, ഇനി ഞാൻ പറയും, നിങ്ങൾ കേട്ടാൽ മതി. എല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഞാൻ ചോദിക്കാനുള്ള ഉത്തരം എനിക്ക് കിട്ടണം. ഞാൻ തലയ്ക്ക് മുറിവ് പറ്റി ഹോസ്പിറ്റലിലായ അതേ ദിവസം നമ്മൾ താമസിച്ച ഹോട്ടലിൽ നമ്മുടെ തൊട്ടടുത്ത റൂമിൽ താമസിച്ച പെൺകുട്ടിയെ ഒരാൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ കുട്ടിയെ ഉപദ്രവിച്ചതിന് അവർക്ക് പരാതിയില്ലാത്തതിനാലും പീഡനം നടക്കാത്തതിനാലുമാണ് അവർ പോലീസെ അറിയിക്കാതിരുന്നത്. ആ സമയത്ത് തൊട്ടടുത്ത റൂമുകളെല്ലാം ഒഴിവായതുകൊണ്ട് വേറെ ആൾക്കാരൊന്നും ഈ വിവരം അറിഞ്ഞിട്ടില്ല. ഇനി നിങ്ങൾ പറ, ഇത് നിങ്ങളുടെ റോൾ എന്താണ്? ഞാൻ ഇങ്ങനെ കിടക്കുന്നു എന്നുള്ളത് കൊണ്ട് എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നൊരു ചിന്ത ഉണ്ടെങ്കിൽ അത് വേണ്ട. അജു, നിനക്കൊന്നും പറയാനില്ലേ? എനിക്കറിയാം നീ ഇവരുടെ കൂടെ നടക്കുന്നുണ്ടെങ്കിലും നീ അത്രയ്ക്ക് മോശപ്പെട്ട ഒന്നും അല്ലെന്ന്. ഇവരൊക്കെ എങ്ങനെയാണെന്നും എന്തൊക്കെ ചിറ്റത്തരങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും എനിക്ക് വ്യക്തമായിട്ടറിയാം. എന്നിട്ട് നിന്നെയൊക്കെ ഞാൻ കൂടെ കൊണ്ട് നടക്കുന്ന ഫ്രണ്ട്സായി കണ്ടതുകൊണ്ടാണ്. ഇനിയില്ല, ഇതോടെ തീർന്നുമില്ല. പക്ഷെ അതിനു മുമ്പ് ഇതിന്റെ സത്യം എനിക്ക് അറിഞ്ഞേ മതിയാകും. ഞാൻ പറയാം ശിവ, എനിക്ക് മതി ഇവരുടെ തെറ്റുകൾക്ക് കൂട്ടുന്നു. അന്ന് നമ്മൾ കുടിച്ചിട്ടിരിക്കുമ്പോഴാണ് ഇവരിൽ ആരോ തൊട്ടടുത്ത റൂമിൽ ഒരു പെണ്ണും ചെക്കനും മാത്രമേ ഉള്ളൂ. അവരുടെ ഡ്രസ്സിങ്ങും അപ്പോഴത്തെ കോലം ഒന്നും ശരിയല്ലെന്ന് പറഞ്ഞത്. എന്നിട്ട് ഇവമ്മ പോയി ഒന്ന് മുട്ടിട്ട് വരാമെന്ന് പറഞ്ഞതിന് നീ പ്രോബ്ലം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ വാശിക്കാണ് നിനക്കെന്തോ ഡ്രഗ് മിക്സ് ചെയ്ത ബിയർ തന്നത്. നീ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും നിർബന്ധിച്ച് കുടിപ്പിക്കുകയായിരുന്നു. എന്നിട്ട് പിന്നെന്താ ഉണ്ടായത്? കുടിച്ചു കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോൾ നീ അവരുടെ റൂമിലേക്ക് പോയി. അവിടെ ആ പെൺകുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളെയൊക്കെ പുറത്താക്കി നീ വാതിൽ ലോക്ക് ചെയ്യുകയായിരുന്നു. ഞങ്ങൾ കുറെ വിളിച്ചെങ്കിലും നീ തുറന്നില്ല. അകത്തെന്താ നടന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. കുറച്ചു സമയം കഴിഞ്ഞ് ഡോർ തുറന്നതും ആ കുട്ടി കരഞ്ഞുകൊണ്ട് ഓടിപ്പോയി. ഞങ്ങൾ റൂമിൽ കയറിയപ്പോൾ കാണുന്നത് മുഖത്തും ദേഹത്തും ഒക്കെ മുഴുവൻ ചോരയായ നിന്നെയാണ്. എന്താ സംഭവിച്ചെന്ന് ചോദിക്കാൻ നിനക്ക് ബോധമില്ലായിരുന്നു. പിന്നെ ആരെങ്കിലും വരുന്നതിന് മുമ്പ് ഞങ്ങൾ നിന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഇവിടെ നീ ബാത്റൂമിൽ വീണതാണെന്നാ പറഞ്ഞത്. ഡോക്ടർ സംശയം തോന്നി കുറെ ചോദിച്ചതാ. ഞങ്ങളൊന്നും പറഞ്ഞില്ല. ഇനി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഞങ്ങളൊരു തമാശക്ക്. ഇതാണോ നിന്റെയൊക്കെ തമാശ? ഞാൻ നിന്നോടൊക്കെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എല്ലാ ആണുങ്ങളും നിന്നെയൊക്കെ പോലെ കാണുന്ന പെണ്ണുങ്ങളിലെല്ലാം കാമം തീർക്കാൻ മുട്ടി നിൽക്കുന്നവരല്ല എന്ന്. ഞാൻ ആ കുട്ടിയെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ നീയൊക്കെ എന്ത് ചെയ്തേനെ? നിന്റെയൊക്കെ ഉദ്ദേശം അത് തന്നെ ആയിരുന്നല്ലോ. നീയൊക്കെ എന്തൊക്കെ തെറ്റ് ചെയ്തു അതൊക്കെ ഞാൻ മറന്ന് പിന്നെയും കൂടെ കൂട്ടിയില്ലേ? എന്റെ അച്ഛനോട് പോലും ഞാൻ വഴക്കിട്ടത് നിനക്കൊക്കെ വേണ്ടിയായിരുന്നു. എനിക്കൊന്നും അറിയില്ല എന്നുള്ള നിന്റെയൊക്കെ ധാരണ ഇന്നത്തോടെ മാറ്റിക്കോ. അന്ന് ആ പെൺകുട്ടിയെ നിങ്ങൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചതിനാണ് കേസായതെന്ന് എനിക്ക് അറിയാഞ്ഞിട്ടല്ല. ഒരു പ്രാവശ്യം കൂടി ക്ഷമിക്കാമെന്ന് കരുതിയത് കൊണ്ട് മാത്രമാണ് ഞാനത് വിട്ടത്. ഇനിയില്ല. ഇത്രയും നാൾ നിനക്കൊക്കെ വേണ്ടി ഞാൻ എത്ര ക്യാഷ് ചിലവാക്കിയിട്ടുണ്ട് ഇന്ന് വരെ ഒരു കണക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എന്റേത്. ഒരിക്കലും നമ്മൾ തമ്മിൽ ഒരു കണ്ടുമുട്ടൽ ഉണ്ടാകരുത്. ഉണ്ടായ ഇതായിരിക്കില്ല എന്റെ പെരുമാറ്റം. അജു, എനിക്ക് നിന്നോട് മാത്രം കുറിച്ച് സംസാരിക്കാനുണ്ട്. നിനക്ക് നിൽക്കാൻ പറ്റോ അതോ ഇവരുടെ കൂടെ പോകുന്നുണ്ടോ? ഞാൻ ഇവരോട് പറഞ്ഞിരുന്നു ഞാൻ ഇവരുമായുള്ള ഫ്രണ്ട്ഷിപ്പ് വേണ്ടെന്ന് വെക്കുകയാണ്. നീ ഒന്ന് ഓക്കെ ആയ ഞാൻ പോകും. എന്താ ശിവ നിനക്ക് ചോദിക്കാനുള്ളത്? നിങ്ങൾ അതിനുശേഷം ഹോട്ടലിൽ പോയില്ലേ? അത് മാത്രമല്ല എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമ്പോൾ അവിടെ ആരെങ്കിലും ഒക്കെ കണ്ടിരിക്കില്ലേ? അവിടെയുള്ള സ്റ്റാഫൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മൾ ആദ്യമേ തന്നെ മദ്യപിച്ച് ബഹളമൊക്കെ ഉണ്ടാക്കിയതിനാൽ നീ വീണതാണെന്ന് പറഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് വിശ്വസിച്ചു. പിന്നീട് ഞങ്ങൾ രണ്ടുപേരും മാത്രം പോയി റൂം വെക്കേറ്റ് ചെയ്ത് സാധനങ്ങൾ എടുത്തു വന്നു. തൊട്ടപ്പുറത്തെ റൂമിൽ ഇങ്ങനെയൊരു സംഭവം നടന്നാൽ എന്തായാലും സംശയിക്കാൻ നമ്മൾ മാത്രമല്ലേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും അവരുടെ ഭാഗത്തുനിന്ന് ഒരു അന്വേഷണം പോലും ഉണ്ടായില്ലല്ലോ. എനിക്കും ഇതേ സംശയമുണ്ട്. ബട്ട് അതിന്റെ പിറകെ പോയാൽ നമുക്ക് തന്നെയാണ് പ്രശ്നം. അതാണ് ഞാൻ ഒന്നിനും ഇറങ്ങാതിരുന്നത്. നീ ആ പെൺകുട്ടിയെ കണ്ടിരുന്നോ?
റൂം തുറന്ന ഉടനെ കരഞ്ഞുകൊണ്ട് ഓടിയതുകൊണ്ട് ഞാൻ ശരിക്കും മുഖം പോലും കണ്ടില്ല. പക്ഷെ ആ കുട്ടിയുടെ ഡ്രസ്സൊക്കെ മൊത്തം കീറിയിരുന്നു. മുന്നേ കീറിയത് ആ കുട്ടി പൊതിഞ്ഞു പിടിച്ചിട്ടാ ഞങ്ങളുടെ മുന്നിലൂടെ ഓടിയത്. എനിക്കൊന്നും തന്നെ ഓർമ്മ വരുന്നില്ല. നമ്മുടെ റൂമിലുള്ളത് വരെ മാത്രമേ എത്ര ശ്രമിച്ചിട്ടും എന്റെ മനസ്സിൽ വരുന്നുള്ളൂ. അത് ആ ഡ്രഗിന്റെ എഫക്റ്റ് ആയിരിക്കും. എനിക്ക് എങ്ങനെ ആ കുട്ടിയെ കണ്ടുപിടിച്ചേ മതിയാകും. അവിടെയുള്ള ഗസ്റ്റുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ എന്തായാലും ഉണ്ടാകും. CCTV വിഷ്വൽസും ഉണ്ടാകില്ലേ? പക്ഷെ ഇതൊക്കെ നമ്മൾ ചോദിച്ചാൽ അവർ തരാൻ യാതൊരു ചാൻസും ഇല്ല. ഇനി എന്തേലും കാരണം കൊണ്ട് തരാൻ തയ്യാറായാലും നമ്മളെ കണ്ടാൽ അവർ ഉറപ്പായും തിരിച്ചറിയും. നമ്മൾ നേരിട്ട് പോയാലല്ലേ പ്രശ്നമുള്ളൂ. അല്ലാതെ വിവരം അറിയാൻ എനിക്ക് മാർഗമുണ്ട്. അതൊക്കെ ഞാൻ ചെയ്തോളാം. ഇനി എന്താ നിന്റെ പരിപാടി? ഞാൻ നാട്ടിൽ പോയിട്ട് എന്തെങ്കിലും ജോബ് നോക്കണം. അമ്മയ്ക്കും അനിയത്തിക്കും ഞാൻ മാത്രമേ ഉള്ളൂ. ഇത്രയും നാൾ അവരെ കുറിച്ച് ഞാൻ ഓർക്കാറേയില്ല. അമ്മ ടീച്ചർ ആയതുകൊണ്ട് പൈസയ്ക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരിക്കില്ല. സോ അവരും വിചാരിച്ചു കാണും ഒരു ഉപകാരവുമില്ലാതെ എന്നെ അവരും അന്വേഷിക്കേണ്ടെന്ന്. എങ്കിൽ നീ എന്റെ കൂടെ ഇവിടെ നിൽക്ക്. നമുക്ക് ഒന്നിച്ച് നാട്ടിലേക്ക് പോവാം. ഞാൻ എന്തായാലും നാട്ടിൽ ചെന്നിട്ട് അച്ഛനോട് എല്ലാം പറയണം. അച്ഛൻ ക്ഷമിക്കുമായിരിക്കും. പിന്നെ കമ്പനി കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടി അച്ഛനെ സഹായിക്കണം. നിനക്കും എന്തെങ്കിലും ജോബ് അവിടെ ശരിയാക്കാൻ പറയാം. അതുപോരെ? എന്നാൽ അങ്ങനെ ചെയ്യാം. ഹലോ അഖിൽ, നീ ആ ഹോട്ടലിൽ ആരോ ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞ പെൺകുട്ടിയെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും എനിക്ക് വേണം. പിന്നെ ആ ദിവസത്തെ CCTV വിഷ്വൽസും കിട്ടണം. നിനക്ക് എന്തിനാ ഇതൊക്കെ? അതൊക്കെ ഞാൻ നിന്നോട് വിശദമായി പറയാം. നീ ഇതൊക്കെ ഒന്ന് എങ്ങനെയും ഒപ്പിക്കാൻ നോക്ക്. 2 ദിവസം കൂടി ഹോസ്പിറ്റലിൽ കിടന്ന് അവിടെ നിന്ന് ഡിസ്ചാർജ് ആയി. അജുവിനെയും കൂട്ടി മറ്റൊരു ഹോട്ടലിൽ റൂം എടുത്തു. ഇതിന്റെ എല്ലാം അറിഞ്ഞിട്ട് ഇനി നാട്ടിലേക്ക് പോകുന്നുള്ളൂ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു തെറ്റ് സംഭവിക്കുന്നത്. അവരെ നേരിട്ട് കണ്ട് എല്ലാം പറയണം. ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ ക്ഷമിക്കാൻ പറയണം. അല്ലാതെ ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എന്നേക്ക് 3 ദിവസമായി ഞാനും അജും ഈ ഹോട്ടലിൽ റൂം എടുത്തിട്ട്. അഖിലാണെങ്കിൽ എന്തെങ്കിലും വിവരം കിട്ടിയ ഇങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടൊന്നും വിളിച്ചു നോക്കാനും പറ്റുന്നില്ല. ഇന്നുകൂടി അവന്റെ കോൾ വന്നില്ലെങ്കിൽ നാളെ അങ്ങോട്ട് വിളിച്ചു നോക്കാം. എത്ര ദിവസം ഇങ്ങനെ ഇവിടെ നിൽക്കും? തലയിൽ വേദന കുറവുണ്ടെങ്കിലും പൂർണ്ണമായും മാറിയിട്ടില്ല. ഇടയ്ക്കൊക്കെ ആ മാല എടുത്ത് നോക്കലാണ് ഇപ്പോഴത്തെ പ്രധാന പണി. നീ എന്താ ശിവ എപ്പോഴും ഈ മാലയും പിടിച്ച് ആലോചിക്കുന്നേ? അത് പിന്നെ ആ പെണ്ണിന്റെ പേര് എൻ വെച്ചായിരിക്കും അല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്? അതുകൊണ്ടായിരിക്കില്ലേ ലോക്കറ്റിൽ എൻ? അങ്ങനെ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. അതെന്താ? കല്യാണം കഴിഞ്ഞതാണ് ഭർത്താവിന്റെ പേരും ആകാമല്ലോ എൻ വെച്ചുള്ളത്. അതിന് കല്യാണം കഴിഞ്ഞതാണ് കണ്ടാൽ അറിയില്ലേ? നീ സിന്ദൂരം താലിയൊക്കെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ അതൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവന്മാർ കണ്ടേനെ. ബാംഗ്ലൂരൊക്കെയുള്ള ആൾക്കാർ താലിയൊക്കെ ഇടാൻ ചാൻസ് കുറവല്ലേ? പിന്നെ എല്ലാവർക്കും അവരുടേതായ ഇഷ്ടാനിഷ്ടങ്ങൾ ഉണ്ടാകില്ലേ? ആ പെണ്ണിന്റെ വേഷം ശരിയല്ല, അവരുടെ രണ്ടാളുടെ അപ്പോഴത്തെ ലുക്കൊന്നും ശരിയല്ല എന്നും പറഞ്ഞാണ് യുവമാരൊക്കെ അങ്ങോട്ട് മുട്ടി നോക്കാൻ പോയത്. അതിങ്ങനെയുമായി. നിനക്കെന്താ തോന്നിയത് ആ പെണ്ണിനെ കണ്ടിട്ട്? ഞാൻ അതിനെ ആദ്യം കണ്ടില്ലല്ലോ. പിന്നീട് കാണുമ്പോൾ നോക്കാൻ പറ്റിയ കോലവും ആയിരുന്നില്ല. അതെ, ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ ഒന്നും വിചാരിക്കരുത്. എന്താ? അത് പിന്നെ ഞാൻ ആ പെണ്ണിനെ ഉപദ്രവിച്ചതായിട്ട് തോന്നിയോ നിനക്ക്? ഞാൻ പറഞ്ഞില്ലേ കുറച്ചു സമയം മാത്രമേ നിങ്ങൾ റൂമിൽ ഉണ്ടായിരുന്നുള്ളൂ. നീ എന്തേലും ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാകും എന്നുള്ളതിന്റെ തെളിവാണ് ആ കുട്ടിയുടെ ഡ്രസ്സൊക്കെ കീറിയത്. പക്ഷെ ചെയ്യുന്നതിന് മുമ്പ് അവൾ നിന്റെ തലക്കിട്ട് നല്ലോണം തന്നു. ബോധം കെടുത്തിയല്ലോ. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം. അവന്മാർ പറഞ്ഞതുപോലെ ഒന്നുമല്ല ആ കുട്ടി. അങ്ങനെയാണ് നീ എന്തൊക്കെ ചെയ്തിട്ട് തളരാതെ നിന്നെ അടിച്ചിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കില്ലല്ലോ.